എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എളുപ്പമുണ്ടായിരുന്നു, പക്ഷെ സമയത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഏത് സെക്ഷൻ ഏറ്റവും കൂടുതൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ? എനിക്ക് മാത്സ് ആണ് പൊതുവെ ഈസി. എങ്ങനെയുണ്ടായിരുന്നു മാത്സ്? എങ്ങനെയായിരുന്നു നമ്മുടെ ഈസി ആയിരുന്നു, പഴയ പാറ്റേൺ അതേപോലെ തന്നെ? പക്ഷെ ഞാൻ ഇപ്പൊ ഫസ്റ്റ് ടൈം എഴുതുന്നത് കൊണ്ട് എനിക്ക് സമയത്തിന്റെ ഒരു പ്രശ്നം. ഫസ്റ്റ് ടൈം ആണ്. ടൈം പോയത് ഇംഗ്ലീഷാണ് കുറച്ച് GQ ഒക്കെ നമുക്ക് എളുപ്പമായിരുന്നു. അപ്പൊ ഷിഫ്റ്റ് എളുപ്പമാണ്. എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റി? എന്നാലും ഞാനത് നോക്കാൻ വിട്ടുപോയി. എളുപ്പമായിരുന്നു. റീസണിംഗ് ഒക്കെ നോർമൽ റീസണിംഗ് ആയിരുന്നു. GK എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഫെസ്റ്റിവൽസോ ഡാൻസോ നാഷണൽ പാർക്കോ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അവാർഡ്സ് ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്ക്, പക്ഷെ ഉത്തർപ്രദേശിലുള്ള ഒരു കലാരൂപം ഡാൻസ് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ലായിരുന്നു, ഞാനത് വിട്ടു. സ്പോർട്സിൽ നിന്ന് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? സ്പോർട്സിൽ നിന്ന് ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തു. എനിക്ക് അറിയണ്ടായിരുന്നു. GK ഏകദേശം അല്ലല്ല, ഒരാളുടെ പേര് തന്നിട്ട് അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ചോദിച്ചത്. റിവ്യൂ എടുക്കാൻ എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണോ? എങ്ങനെയുണ്ടായിരുന്നു പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ? പ്രീവിയസ് ഇയർ ആണോ? റിപ്പീറ്റഡ് ആയിരുന്നല്ല, പുതുതായിട്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതാ? GK കണക്ക് എളുപ്പമായിരുന്നു. ഓക്കെ, റീസണിംഗ് ഒക്കെ സിമിലർ പാറ്റേൺ തന്നെയായിരുന്നു. കലണ്ടർ ഒന്നും വന്നിട്ടില്ലല്ലോ? ഒന്നും വന്നിട്ടില്ല. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? മുന്നേ പ്രീവിയസ് ആയിട്ട് ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടോ? അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു എക്സാം? ഇത് എളുപ്പമായിരുന്നു. GK ഒക്കെ എങ്ങനെയാ നമ്മൾ ഉദ്ദേശിച്ച പോലെ? അതൊക്കെ ഉണ്ടായിരുന്നു, ഈസി ആയിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് ഒക്കെ നമുക്ക് അറിയുന്ന സിനോണിംസ് ആന്റോണിംസ് അതൊക്കെ ഓക്കെ ആയിരുന്നു. ഇഡിയംസ് ഒക്കെ നമുക്ക് കിട്ടുന്നതാ? ഏത് സെക്ഷനാ ഇച്ചിരി ടൈം എടുത്തു? അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടോ? സ്പോർട്സ് അവാർഡ്സ് വന്നിട്ടുണ്ടായിരുന്നു? കോൺസ്റ്റിറ്റ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് 2-3 എക്സാം 3 ആർട്ടിക്കിൾ ഒന്നും. ഫസ്റ്റ് അറ്റംപ്റ്റാ? ഏതാ കൂടുതൽ സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്? മാത്സ് ആണ് കൂടുതൽ അറ്റൻഡ്. GK ഒക്കെ നമുക്ക് അറിയാവുന്ന GK ആണോ വന്നേ? 2-3 അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. റീസണിങ് ഒരുപാട് ടൈം എടുത്തോ? റീസണിംഗ് മാത്സും ചെയ്തായിരുന്നു. ടൈമിനുള്ളിൽ തീർക്കാൻ പറ്റിയോ? അത് രണ്ടും മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, മൊത്തം നോക്കിയിട്ടില്ല. ഓക്കെ, സമയം എടുക്കുന്നു. GK ഒക്കെ എങ്ങനെയാ? പ്രീവിയസ് ഇയർ ബേസ്ഡ് ആയിട്ടാണോ? സെൻസസ് ഒക്കെ ചോദിച്ചായിരുന്നു. ഫെസ്റ്റിവൽസ് ഡാൻസ് അതൊക്കെ ഉണ്ടായിരുന്നോ? കറണ്ട് അഫേഴ്സിൽ ഏത് സെക്ഷനിൽ നിന്നാണ് വന്നതെന്ന് അറിയോ? കറണ്ട് അഫയേഴ്സ് അപ്പോയിന്റ്മെന്റ്സ് ആണോ അവാർഡ്സ് ആണോ അങ്ങനെ എന്തെങ്കിലും? അപ്പോയിന്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് സെക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? നമുക്ക് നോർമലി ചെയ്യാൻ സമയം കിട്ടിയില്ല ചെയ്യാൻ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ഫസ്റ്റ് അറ്റംപ്റ്റാ? എങ്ങനെ ഈസി ആയിരുന്നു GK ഒക്കെ? ഏതാ GK ഏത് സെക്ഷനാണ് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റിയത്? കൂടുതൽ രസം ഉണ്ടായിരുന്നത്. GK ഒക്കെ നമുക്ക് അറിയാവുന്നതാണോ? അറിയാവുന്ന കുഴപ്പമില്ല. ഒന്ന് റേഡിയോയിൽ വന്നെങ്കിൽ ഇപ്പൊ കറണ്ട് അഫയേഴ്സ് അങ്ങനെയൊക്കെയാണ് വന്നത്. എത്ര ടൈമിനുള്ളിൽ തീർക്കാൻ പറ്റിയോ? പറയാവുന്നൊക്കെ ടൈമിനുള്ളിൽ തീർക്കും. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല. ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണോ? എങ്ങനെയുണ്ടായിരുന്നു? ഏത് സെക്ഷനാണ് കൂടുതൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്? GK ടൈമിനുള്ളിൽ തന്നെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്തു തീർന്നു? ടൈം കുറച്ച് എടുത്തു. ഏത് സെക്ഷൻ? ഞാൻ മാത്സ് ലാസ്റ്റ് ആണ് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ മാത്സ് കുറച്ചുകൂടി ടൈം വേണമായിരുന്നു. മെറ്റീരിയലിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സെൻസസിന്റെ പാർട്ടിൽ നിന്നൊക്കെ 1-2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പുതിയ ഫെസ്റ്റിവൽസും ഡാൻസ് ഫോംസ് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കറണ്ട് അഫേഴ്സിൽ നിന്ന് ഏതാ വന്നേ? അപ്പോയിന്റ്മെന്റ്സ് ആണോ സ്പോർട്സ് ആണോ അവാർഡ്സ് ആണോ അറിയത്തില്ല. ഓക്കെ, ഇംഗ്ലീഷ് അത്യാവശ്യം നല്ലായിരുന്നു. ഈ സിനോണിം ആന്റോണിം അതൊക്കെ എളുപ്പം. അക്വസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ മീനിങ് അതിന്റെ സിമ്പിൾ. ഇഡിയംസ് ഒക്കെ എന്താ വന്നേ?
ഇഡിയംസ് എനിക്ക് ഓപ്ഷനിലാണ് ഇഡിയംസ് വന്നത്. ഓപ്ഷൻ ഇഡിയംസും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നു. ഓക്കെ. ഒരെണ്ണം വന്നിട്ടുണ്ട്. എറർ സ്പോട്ടിങ്, സ്പോർട്ടിങ്, ഗ്രാമർ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറുതായിരുന്നു. റീസണിംഗ് ഒക്കെ നമ്പർ സീരീസ് ഒക്കെ എളുപ്പമായിരുന്നോ? നമ്പർ സീരീസ് 1-2 കിട്ടിയില്ല, ബാക്കി കുഴപ്പമില്ല. പിന്നെ ബാക്കി പാറ്റേൺ പോലത്തെ അതും അങ്ങനത്തെ സാധനങ്ങളായിരുന്നു. ഡൈസ് ഒക്കെ ഉണ്ടായിരുന്നു. ഡൈസ് ഒരു ക്വസ്റ്റ്യൻ അതങ്ങനെ ചെയ്ത് നോക്കേണ്ടി വരില്ല, അല്ലാതെ നോക്കി തന്നെ കിട്ടും. അതെന്തെങ്കിലും മൗര്യൻ പീരീഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, പൊളിറ്റിന്ന് മറ്റേ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മറ്റേ അഡോപ്റ്റ് ചെയ്തത് എന്നാണെന്ന് ചോദിച്ചിട്ട്. പിന്നെ ജവഹർലാൽ നെഹ്റു 1950 എന്തോ ചെയ്തിട്ട് അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻസ്. ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി എന്തെങ്കിലും വന്നിട്ടുണ്ടോ? സൗണ്ട് ഇന്റൻസിറ്റിന്റെ യൂണിറ്റ് ഫിസിക്സ് അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യനേ ഉള്ളൂ. ജോഗ്രഫി ഒന്നുമില്ല, റിവർ സിസ്റ്റം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഡാംസ്. പിന്നെ നമ്മുടെ ആലപ്പുഴയിലുള്ള വള്ളംകളിയിൽ അത് ഏത് വള്ളംകളിയാണോ സ്പോർട്സ് ഐറ്റം എന്നാണ്. ഓക്കെ ഓക്കെ. അങ്ങനെ കുറച്ച് എന്തായാലും എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റി? ഏകദേശം. ഓക്കെ, താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണോ? അല്ലല്ല, രണ്ടാമത്തെ. അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എക്സാം? ഇന്നത്തെ എക്സാം കുഴപ്പമില്ലായിരുന്നു. അപേക്ഷിച്ച് എളുപ്പമുണ്ട്. ടൈമിന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ടൈം കുറച്ചുകൂടി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഏത് സെഷനിൽ ഏറ്റവും കൂടുതൽ ടൈം പോയ? ടൈം എനിക്ക് അത്യാവശ്യം കിട്ടി, പക്ഷെ ഞാൻ മാത്സിലും കുറച്ച് ടൈം കൂടുതൽ എടുത്തു. എന്നിട്ട് മാത്സ് കവർ ചെയ്യാൻ പറ്റുമോ? എല്ലാ ക്വസ്റ്റ്യനും കവർ ചെയ്തു. നമ്മൾ എക്സ്പെക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, എക്സ്പെക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ. മെൻസുറേഷൻ ഒക്കെ കറക്റ്റ് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണോ വന്നത്? മെൻസുറേഷൻ ചോദിച്ചില്ല. അത് ചോദിച്ചിട്ടില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട്, അങ്ങനത്തെ കുറച്ച് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചോദിച്ചു. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. റീസണിംഗ് എങ്ങനെയാ? നമ്പർ സീരീസ് ഒക്കെ നമ്പർ സീരീസ് ഒക്കെ നമുക്ക് കിട്ടുന്ന പാറ്റേൺ ആണോ? കിട്ടുന്ന പാറ്റേൺ ആണ്. പുതിയ കാലണ്ടർ അങ്ങനത്തെ ഒന്നും ലോഡ് ആയിട്ടില്ലല്ലോ? പുതിയതായിട്ടൊന്നും സിലബസിൽ പഴയ മോഡലിൽ തന്നെയാണ് നടത്തിയത്. ഇംഗ്ലീഷ് ഒക്കെ ഹിസ്റ്ററി 2023 കുറച്ച് ഇത് ടോപ്പിക് ചോദിച്ചു, അതായത് കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിച്ചു. പിന്നെ ഹിസ്റ്ററി ആയിട്ട് ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ജോഗ്രഫി ഏതെങ്കിലും ഉണ്ടായിരുന്നോ? റിവർ സിസ്റ്റം, കനാൽസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ, ഹിമാലയൻ അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല. പൊളിറ്റിക്സ് നീതി ആയോഗിൽ ചോദിച്ചു. സെൻസസ് അനുസരിച്ച് 2013 സെൻസസ് അത് ചോദിച്ചിട്ടുണ്ട്. നീതി ആയോഗം ചോദിച്ചിട്ടുണ്ട്. ചീഫ് മിനിസ്റ്റർ, പ്രസിഡന്റ് അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചീഫ് മിനിസ്റ്റർ ചോദിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ ഒരു ചീഫ് മിനിസ്റ്ററിനെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഏതോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അങ്ങനെ ഓവറോൾ അപ്പോൾ എഴുതാൻ പറ്റി അല്ല? എത്ര ക്വസ്റ്റ്യനോളം അറ്റൻഡ് ചെയ്തു? 53 എഴുതി. സ്ട്രോങ് ആയിട്ടുള്ളത് തന്നെയാണോ എഴുതിയത്? ചിലതൊക്കെ തെറ്റ്. ഓക്കെ. ഇംഗ്ലീഷ് കുഴപ്പമില്ല, പക്ഷെ തെറ്റാൻ ചാൻസ് ഉണ്ട്. സിനോണിംസ്, ആന്റോണിംസ് ഒക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. 4 ഒക്കെ ചോദിച്ചിട്ടുണ്ട്. സിനോണിംസ് ആന്റോണിംസും കൂടെ രണ്ടാം ഇത് ചോദിച്ചു. പിന്നെ ലാസ്റ്റ് 5 മറ്റേ കോംപ്രിഹെൻഷൻ ആയിട്ടുണ്ട്. എറർ സ്പോട്ടിംഗ് ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഗ്രാമാറ്റിക്കൽ എറർ ഒക്കെ തന്നെയായിരുന്നു. ING ഫോം ഒക്കെ വെച്ചിട്ടുണ്ട്. റീസണിംഗ് കുഴപ്പമില്ല, എളുപ്പമുണ്ട്. ഓവറോൾ എക്സാം കുഴപ്പമില്ല, പക്ഷെ സമയം കുറച്ചും കൂടി കിട്ടിയിരുന്നെങ്കിൽ കഴിഞ്ഞ എക്സാമിനെ വെച്ച് അപേക്ഷിച്ച് ഞാൻ നിങ്ങളുടെ യൂട്യൂബ് ചാനലൊക്കെ നോക്കിയിരുന്നു.